പ്രതിരോധ മേഖലയിൽ വമ്പൻ മുന്നേറ്റമാണ് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടുന്ന യുദ്ധോപകരണങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഇപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനുവേണ്ടി പല പദ്ധതികളും ഇന്ത്യ ആസൂത്രണം ചെയ്തിട്ടുമുണ്ട്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിലാണ് ഈ യുദ്ധോപകരണങ്ങളെല്ലാം തന്നെ ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ തദ്ദേശീയമായി തന്നെ ഇന്ത്യ സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകൾ ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി വികസിപ്പിച്ചിരിക്കുന്നു. സമുദ്ര സുരക്ഷയിൽ ശക്തമായ നീക്കങ്ങളുമായിട്ടാണ് ഇന്ത്യൻ നാവികസേന ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച ഈ സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകളുടെ പരീക്ഷണം കഴിഞ്ഞ ദിവസം വിജയകരമായി ഇന്ത്യ പൂർത്തിയാക്കി. ഈ ആളില്ലാ കപ്പലുകൾ ഇന്ത്യയുടെ തീരദേശ പ്രതിരോധ ശേഷിയിൽ ഗണ്യമായ മുന്നേറ്റം അടയാളപ്പെടുത്തുന്നു. ഇന്ത്യൻ തീരപ്രദേശത്ത് പെട്രോളിംഗ് നടത്താൻ അനുയോജ്യമായ രീതിയിലാണ് ഇന്ത്യ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഉയർന്ന വേഗതയും ദ്രുതഗതിയിലുള്ള നീക്കങ്ങളും ലക്ഷ്യമിട്ടിട്ടാണ് ഇവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപകട സാധ്യത കുറയ്ക്കാനും പ്രവർത്തന വ്യാപനം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമാണ് ഇത്തരത്തിൽ ഓട്ടോണോമസ് ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടുകളുടെ നിർമ്മാണത്തിന് പിന്നിൽ. ഇന്ത്യൻ നാവികസേനയും ഇലക്ട്രോണിക് സിസ്റ്റംസ് എഞ്ചിനീയറിംഗ് എസ്റ്റാബ്ലിഷ്മെന്റും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡും ചേർന്നാണ് ഈ സ്വയം നിയന്ത്രിത അതിവേഗ ബോട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. കടൽ വഴിയുള്ള നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും ലഹരി കടത്തുകളും മറ്റു തടയാനും ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കൂടുതൽ ശക്തമായ നിരീക്ഷണം നടത്താനും ഇത്തരം ബോട്ടുകൾ വഴി സാധിക്കും. ഈ ആളില്ലാ കപ്പലുകൾക്ക് നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും തടയാനും കഴിയും. അതുപോലെ തന്നെ കപ്പലിലെ നൂതന സെൻസറുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ രഹസ്യാന്വേഷണം ശേഖരിക്കാനും സംശയാസ്പദമായ കപ്പലുകൾ ട്രാക്ക് ചെയ്യാനും കഴിയും. അതുപോലെ തന്നെ കപ്പലിലെ മൈൻ കൗണ്ടർ മെഷറുകൾ ഷിപ്പിംഗ് പാതകൾ സംരക്ഷിക്കുന്നതിനും മൈൻ കണ്ടെത്തുന്നതിനും നിർവീര്യമാക്കുന്നതിനും ഉപയോഗിക്കാം. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ സ്വയം പ്രതിരോധത്തിനോ ശത്രുതാപരമായ ലക്ഷ്യങ്ങളിൽ ഏർപ്പെടാനോ ഈ ബോട്ടുകൾ ആയുധമാക്കാം. അതുപോലെ തന്നെ ഇന്ത്യയുടെ സൈനിക ശക്തിക്ക് കരുത്തേകാൻ പുതിയ അതിഥികൾ കൂടി എത്തുന്നു. യൂറോപ്യൻ വിമാന നിർമ്മാതാക്കളായ എയർബസിൽ നിന്നുള്ള രണ്ടാമത്തെ C-295 വിമാനം ഉടൻ തന്നെ ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകും. 2021 സെപ്റ്റംബറിൽ ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയം 56 വിമാനങ്ങൾക്കായി എയർബസുമായി 21,935 കോടി രൂപയുടെ കരാർ ഒപ്പിട്ടിരുന്നു. ഇന്ത്യൻ വ്യോമസേനയെ നവീകരിക്കുന്നതിന്റെ ഭാഗമായി രണ്ടാം C-295 വിമാനം ഭാരതത്തിലെത്തും. ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റം ലിമിറ്റഡും എയർബസും സംയുക്തമായിട്ടാണ് ഈ വിമാനം നിർമ്മിക്കുന്നത്. 16 വിമാനങ്ങൾ സ്പെയിനിലും ബാക്കിയുള്ളവ ഗുജറാത്തിലെ വഡോദര നഗരത്തിലെ ടാറ്റയുടെ പ്രതിരോധ നിർമ്മാണ വിഭാഗമായ ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസും രാജ്യത്ത് നിർമ്മിക്കും. ആദ്യമായിട്ടാണ് സ്വകാര്യ കമ്പനിയുടെ സഹായത്തോടെ ഇന്ത്യൻ സേന വിമാനങ്ങൾ നിർമ്മിക്കുന്നത്. 4 ഇഞ്ചിനുള്ള ടർബോ പ്രോപ്പ് വിമാനമാണ് എയർബസിന്റെ C-295 ട്രാൻസ്പോർട്ട് വിമാനം. 5 മുതൽ 10 ടൺ വരെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള വിമാനത്തിൽ 45 പാരാ ട്രൂപ്പേഴ്സിനോ 70 യാത്രക്കാർക്കോ യാത്ര ചെയ്യാൻ സാധിക്കും. വിമാനം താൽക്കാലിക റൺവേയിൽ പെട്ടെന്ന് ഉയരുകയും ഇറങ്ങുകയും ചെയ്യും. ഈ രീതിയിലുള്ള ഡിഫൻസ് ന്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട ഓരോ കമന്റും ലൈക്കുമാണ് അടുത്ത വീഡിയോ ചെയ്യാൻ എനിക്കുള്ള പ്രചോദനം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്